നമ്മൾ ഉണ്ടാക്കിയ വാട്ടർ ഫിൽറ്ററാണ്. എക്കോട്ടുള്ള ഒരു മോട്ടർ ഉള്ളിൽ വെച്ച്, സബ്മർസിബിൾ മോട്ടർ വെച്ച് അതിനകത്ത് നിന്ന് വയറിന് കണക്ഷനും കൊടുത്തണം, മറ്റേ പുറത്തേക്കുള്ള ഔട്ട്ലെറ്റും കൊടുത്തണം. വേണ്ട കൊടുത്ത് ഇത് വെള്ളം അകത്തേക്ക് വരാനുള്ളത് ഇങ്ങനെ വെച്ചാൽ കാണിച്ചുതരാം. ഇതേ വെള്ളം നിറയ്ക്കുകയാണ് കേട്ടോ. അതിലേക്ക് ജസ്റ്റ് പമ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. ഇത് വെള്ളം വരാനുള്ളത്, ടാങ്കിൽ നിന്ന് വെള്ളം വരാനുള്ളത്, ടാങ്കിലേക്ക് വെള്ളം പോകാനുള്ളത്. ഇത് സാധനം വെള്ളം ഇതിനകത്ത് ഫുള്ളും പഞ്ഞി വെക്കും. ഇത് ഫുള്ളും പഞ്ഞികളാണ്, ഫുള്ള് ഇതൊക്കെ അഴുക്കായതാ. ഇപ്പം ഇന്നത്തെ ഒരു മാസത്തെ അഴുക്കാണിത് കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ അടുത്ത മാറ്റി അടിയിലൊക്കെ എന്ത് വെമ്പാട് അഴുക്കാണ്. ഇതിപ്പോൾ വെള്ളം കൂടെ വന്ന് ഈ ഫിൽറ്റർ വെള്ളം ഇതിലേ വരുന്ന വെള്ളം ഈ പറഞ്ഞ പഞ്ഞീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫിൽറ്റർ ആയിട്ട് താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോകുന്ന വെള്ളം ഈ മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്ത് മുകളിലേക്ക് പുറത്തേക്ക് ഇടും. അതിന് പർപ്പസ്. പക്ഷേ ഈ സാധനത്തിന് എപ്പോഴും എയർ ടൈറ്റ് ആയിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും, വെള്ളം ഇവിടെ നിന്ന് ലീക്ക് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇവിടെ ഫുൾ എയർ ടൈറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടാവണം. ഉണ്ടോ എയർ ടൈറ്റ് ആക്കാനുള്ള ഇതതിൻ്റെ മൂടിയാണ്. മൂപ്പർ ഇതേപോലെ വെള്ളം ഫുള്ളായി കഴിഞ്ഞ് ഏകദേശം വെള്ളം ഫുള്ളായിട്ട് ഞാൻ ഒന്ന് യൂസ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആവശ്യം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇതിലുണ്ട്. ഇനി കഴുകി സ്പോഞ്ചൊക്കെ കഴുകി അത് വെച്ചതിന് ശേഷം വർക്ക് ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി വെക്കാം. കണ്ടോ, ഇങ്ങനെ വരുന്ന വെള്ളം അവിടെ കയറി ഫിൽറ്ററായി കഴിഞ്ഞ് താഴത്തെത്തി കഴിഞ്ഞാൽ മൂപ്പർ പമ്പ് ചെയ്ത് മുകളിലേക്ക് ഓഫാക്കിയോ. വെള്ളം അതിലേ വരുന്നുണ്ട്. മറ്റേ പുറകുന്ന് വെള്ളം വരാനുള്ള പൈപ്പിൻ്റെ കണക്ഷനാണ്. ടാങ്കിൻ്റെ അടിയിൽ ഓട്ടയാണ്. വെള്ളം ഇതിലേ വരും. ഇതിലേ വന്നിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാണ്. എന്താ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വന്നിട്ട് ഇവിടുന്ന് ഫിൽറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ മുകളിലെ വെള്ളം വരുന്നത് ഇത് മുഴുവൻ ഇങ്ങനെ ഫിൽറ്റർ ആയിക്കൊണ്ടേ താഴത്തേക്ക് പോവാണ്. അതായത് ഫിൽറ്ററിൻ്റെ പഞ്ഞീൻ്റെ പാടാണ് അത്. മുഴുവൻ ഫിൽറ്റർ ആയിക്കൊണ്ട് താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോകുന്ന താഴത്തുള്ള മോട്ടറിന് പമ്പ് ചെയ്ത് മുകളിലേക്ക് പോവാം. അതിന് വേറെ ഡിസൈനും കൂടി ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ ഇത് അവിടുന്ന് 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ നിന്ന് 3/4 ഇഞ്ച് പൈപ്പിലേക്കുള്ള ഔട്ടറാണ് പറഞ്ഞത്. അളവ് നോക്കണ്ട, നിങ്ങൾക്ക് താല്പര്യമുള്ളത് പോലെ. 3/4 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു പൈപ്പാണ് അത്. ഫുൾ ഓട്ടിട്ടുണ്ട്. ഇത് മുഴുവൻ ഓട്ടകളാണ്. ഈ കറുത്ത പാടുകൾ എൻഡിൽ ഒരു എൻഡ് ക്യാപ്പ് ഇട്ടുണ്ട്, അടച്ചു വെച്ചതാണ്. ആ പൈപ്പ് ഇനി ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ആ പൈപ്പ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കയറും. ഇതിനകത്ത് ഇനിയിപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. വെള്ളത്തിന് നല്ല ഓളമുണ്ട്. നോക്കിയാൽ കാണാം. ഇതൊക്കെ നല്ല എയറാണ്. എന്തുവരെ ഇവർക്ക് ഇനി വേറെ എയർ ഫിൽറ്ററിന് ആവശ്യമില്ല. കാണാൻ തന്നെ ഒരു പ്രത്യേകം ഹരമായിരിക്കും. രാത്രിയൊക്കെ വേറെ സൗണ്ടിന് വേറെ സ്പീഡ് വേണ്ട. ഈ മരങ്ങളൊക്കെ ഞാൻ വഴിയിൽ നിന്നൊക്കെ പെറുക്കിയ സാധനങ്ങളാണ്. മരങ്ങളൊക്കെ
ഡിസൈൻ ചെയ്ത് വെച്ചാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അക്വാറിയത്തിന് സെപ്പറേറ്റ് ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ലേ. മോഡുള്ള ഈ 2 ലൈറ്റ് തന്നെ ഇവിടെ അക്വാറിയത്തിനകത്തേക്കുള്ളത്. ആ ലൈറ്റിൽ കാണാൻ നിങ്ങൾ നല്ല വെടുപ്പനായിട്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, നടുവിൽ ഓട്ട ഇല്ലാത്തതാണ്. ഒരെണ്ണം ചെരിഞ്ഞു പോയി. ഇത്രേ ഉള്ളൂ. നമ്മളെ ഫിൽറ്ററിനും വെള്ളം എടുക്കാനുണ്ട്.